നമസ്കാരം. എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്നും രക്ഷപ്പെടണമെന്നും ഗൾഫിൽ ഒരു ജോലി നേടണമെന്നും ആഗ്രഹിക്കുന്നവരാണ് മലയാളികളിൽ പലരും. ഗൾഫ് രാജ്യങ്ങളിൽ ലഭിക്കുന്ന വലിയ ശമ്പളവും ഉയർന്ന ജീവിത നിലവാരവുമാണ് പലരെയും അവിടേക്ക് ജോലി തേടി പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഗൾഫിൽ ഒരു ജോലിക്കായി ശ്രമിക്കുന്നവരും ജോലി കിട്ടി ഗൾഫിലേക്ക് പോകാനായി കാത്തിരിക്കുന്നവരുമാണ് പലരും. പണ്ട് മുതൽ തന്നെ ഗൾഫിലെ ജോലി എന്നത് എല്ലാവരുടെയും സ്വപ്നതുല്യമായ ഒരു കാര്യമാണ്. എന്നാൽ എത്ര സ്വപ്നം കാണാൻ പറ്റാത്തത്ര വലിയ ജോലിയാണെങ്കിലും ലക്ഷങ്ങൾ ശമ്പളമാണെങ്കിലും ജോബ് ഓഫർ ലഭിച്ചാൽ ഒറ്റയടിക്ക് ഒരിക്കലും അതിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഒപ്പുവെക്കരുതെന്നാണ് പലരുടെയും അനുഭവം പറയുന്നത്. ഇത്തരം കരാറുകളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണതെന്നല്ലേ പറയാം. വിദേശത്തെ ഏതൊരു ജോലിക്കും തൊഴിൽ സ്വഭാവവും തൊഴിൽ നൽകുന്നയാളും തൊഴിലാളിയും തമ്മിലുള്ള വ്യത്യാസം എന്നിവ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ കരാർ വ്യവസ്ഥകൾ വ്യത്യാസപ്പെട്ടിരിക്കാം. ഏതൊരു കരാറിലും ജീവനക്കാരൻ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഓഫർ ലെറ്ററിൽ വരുത്തുന്ന ഏതൊരു മാറ്റവും ജീവനക്കാരൻ അറിഞ്ഞു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധമാണ്. ഇതിൽ നിയമപരമായി കൃത്യമായ ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഗൾഫിലെ ഏതൊരു ജോലിക്കും ഔദ്യോഗികമായ ഒരു ഓഫർ ലെറ്റർ അത്യാവശ്യമാണ്. ഇതിൽ തൊഴിലിനെക്കുറിച്ചും തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭ്യമാക്കുകയും വേണം. ഇതോടൊപ്പം ഈ ഓഫർ ലെറ്ററിൽ ജീവനക്കാരനും തൊഴിൽദാതാവും ഒപ്പുവെക്കുകയും വർക്ക് പെർമിറ്റ്, റെസിഡൻസി വിസ എന്നിവ ലഭ്യമാക്കുകയും വേണം. കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഇത് നിയമപരമായി തൊഴിൽ കരാറായി മാറും. ഈ ഓഫർ ലെറ്ററിന്റെ ഒരു പകർപ്പ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറൈറ്റൈസേഷൻ വകുപ്പിന് സമർപ്പിക്കുകയും വേണം. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തൊഴിലാളിക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കുക. കരാർ മുഴുവൻ തൊഴിലാളി വായിക്കുകയും അതിൽ ഒപ്പുവെക്കുകയും ചെയ്തുവെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തൊഴിൽദാതാവിനുണ്ട്. റിക്രൂട്ട്മെന്റ് സമയത്ത് വാഗ്ദാനം ചെയ്ത ജോലി തന്നെയാണ് കരാറിലും നൽകിയിരിക്കുന്നതെന്ന് തൊഴിലാളി ഉറപ്പുവരുത്തണം. തൊഴിൽ, വേതനം, ആനുകൂല്യങ്ങൾ, ബോണസ് എന്നിവയെക്കുറിച്ചും കരാറിൽ പരാമർശിച്ചിരിക്കണം. UAE തൊഴിൽ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള സമയമാണോ കരാറിലും പറഞ്ഞിട്ടുള്ളതെന്നും നോക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കാതെ കരാറിൽ ഒപ്പുവെക്കുന്നത് നിങ്ങൾ ചതിയിൽപ്പെടാൻ കാരണമാകും. വിസ തട്ടിപ്പിലൂടെ അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കണക്കെടുത്താൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ വരും. നല്ലൊരു പ്രവാസ ജീവിതം ആഗ്രഹിക്കുന്നവർ വീടും സ്ഥലവുമൊക്കെ പണയപ്പെടുത്തിയും പലിശയ്ക്ക് പണമെടുത്തുമെല്ലാം വിസ നേടി അന്യനാട്ടിലേക്ക് പോകും. പക്ഷെ അവിടെ അവരെ കാത്തിരിക്കുന്നത് പലപ്പോഴും പറഞ്ഞു മോഹിപ്പിച്ച ജോലിയോ ജീവിതമോ ഒന്നുമായിരിക്കില്ല. അന്യനാട്ടിൽ പോയി ആടുജീവിതം നയിക്കുന്ന പല പ്രവാസികളുമുണ്ട്. വിദേശത്ത് ജോലിക്ക് പണം നൽകുന്നതിന് മുമ്പ് കാര്യങ്ങളുടെ സത്യാവസ്ഥ കൃത്യമായി മനസ്സിലാക്കണം, പ്രത്യേകിച്ച് നിയമത്തിൻ്റെ കാര്യത്തിൽ. എന്നിട്ട് പണം നൽകുകയും ജോലിക്കായി പോവുകയും ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവിതമായിരിക്കില്ല അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.